ഹായ് ഗൈസ്, അപ്പൊ നമുക്കിന്നൊരു മാരേജ് റിസപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു വിരുന്നിന്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വിരുന്ന് പോയത് കോട്ടപ്പടി കുറ്റിക്കുഴി. ആ ഭാഗത്ത് നമ്മൾ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ മാരേജ് ആണിന്ന്. അപ്പൊ അതിന്റെ റിസപ്ഷന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ഞാൻ റെഡിയാണ്, സെറ്റാണ്, ഞങ്ങൾ എല്ലാവരും സെറ്റാണ്. അപ്പൊ ഗൈസ്, ഞാൻ സെറ്റാണ്. ഇവളുടെ ഒരു പിങ്ക് ഔട്ട്ഫിറ്റ് ആണ്. എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കാനൊന്നും പറ്റില്ല. അച്ഛൻ ഈ ഒരു ഔട്ട്ഫിറ്റ്. ഞങ്ങൾ സെറ്റായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അല്ലെങ്കിൽ പയ്യെ നമ്മൾ ഇടയ്ക്ക് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അല്ലെങ്കിൽ ഞാൻ കൈ ചെറുക്കുന്നതുകൊണ്ട് നമ്മൾ ആ സാധനം വെച്ചു കൊടുത്തേക്കാം. എന്നാൽ മടങ്ങി ഒതുങ്ങിയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗൈസ്, നമ്മൾ രണ്ടുപേരെ പിക്ക് ചെയ്യാനുണ്ട്. അതിന് ആദ്യത്തെ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. എവിടെ സ്ഥലം? ആസാമല്ല, ഞാൻ ചോദിച്ചത് ഇവിടെ എവിടെ സ്ഥലം? ഇത് അല്ലപ്രയാണ്. അല്ലപ്ര നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ 1 മണിക്കൂറിലത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അതെ, വെഡ്ഡിംഗ് റിസപ്ഷന് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഫോട്ടോ സെക്ഷൻസും പരിപാടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സ്വിച്ചിട്ട കറണ്ട് വരും, ഇടി വെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാൽ വേഗം ചൂടുള്ള എന്റെ മക്കൻ ചൂടുള്ള സുലൈമാൻ എടുക്കട്ടെ. വേണ്ട, കാലത്തീൻ നെടുമ്പാശ്ശേരി ഫ്ലാറ്റ്
കൊതിക്കു തേടൽ തേടൽ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. ചിരിച്ചൊരു വഴിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫുഡിങ് ആണല്ലോ. കല്യാണത്തിന് പോകുന്ന തന്നെ നമ്മൾ ഫുഡ് അടിക്കാനാണല്ലോ. അപ്പം സ്റ്റൂവും പിന്നെ ചോറും ഇറച്ചിയും സാലഡ് കപ്പ മീൻകറി ഇതൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ചായ കുടിക്കാനൊന്നും ഇറങ്ങിയിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരെ മീറ്റ് ചെയ്തു. അവരവിടെ കുഴിമന്തി കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴിയുണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.